പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിച്ചേക്കും. സെപ്റ്റംബർ 13-ന് മോദി മണിപ്പൂർ സന്ദർശിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. മണിപ്പൂർ കലാപം ഉണ്ടായതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിഷ്ണു തലവൂർ കൂടി ചേരുകയാണ്. വിഷ്ണു, വെടിക്കെട്ട് കഴിഞ്ഞു, ചാരവും പോയി, ഇനി എന്തിനാണ് മോദി അവിടേക്ക് എത്തുന്നതെന്നാണ് സാധാരണ ജനങ്ങൾ ചോദിക്കുന്നത്. എന്താണ് ഇപ്പോൾ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം? സിജു, മണിപ്പൂർ കലാപം കഴിഞ്ഞ് 2 വർഷം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2 വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ മാത്രമാണ് നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് മണിപ്പൂർ കലാപത്തിൽ 250-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. 60,000-ലധികം പേർ മണിപ്പൂരിൽ നിന്ന് പലായനവും ചെയ്തിരുന്നു. അന്ന് തന്നെ വലിയ വിമർശനങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. എന്തുകൊണ്ട് നരേന്ദ്രമോദി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ല എന്നൊരു ചോദ്യം പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അന്നൊന്നും പോകാതിരുന്ന നരേന്ദ്രമോദി ഇപ്പോൾ മണിപ്പൂരിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ സെപ്റ്റംബർ 13-നായിരിക്കും നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് എത്തുക. ആദ്യം മിസോറാമിലായിരിക്കും എത്തുക. മിസോറാമിൽ ഒരു റെയിൽവേ ലൈനിൻ്റെ ഉദ്ഘാടനമുണ്ട്. ആ റെയിൽവേ ലൈനിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം മിസോറാമിൽ നിന്നും നരേന്ദ്രമോദി സെപ്റ്റംബർ 13-ന് മണിപ്പൂരിലേക്ക് എത്തുമെന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും മണിപ്പൂരിൽ വലിയ കലാപം ഉണ്ടാവുകയും വലിയ വിമർശനങ്ങളടക്കം നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വന്ന സാഹചര്യത്തിൽ പോലും നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് പോകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ്, അതായത് 2 വർഷം കഴിഞ്ഞ് വീണ്ടും മാസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. അതായത് 2023 മെയ്യിലായിരുന്നു മണിപ്പൂരിൽ ഇത്ര വലിയ കലാപം ഉണ്ടാകുന്നത്. ആ കലാപം ഉണ്ടായി 2 വർഷത്തിന് ശേഷമാണ് മണിപ്പൂർ സന്ദർശിക്കാൻ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തയ്യാറായിരിക്കുന്നത്. സിജു, വിഷ്ണു, ഒരു ഭരണാധിപൻ എന്ന നിലയിലുള്ള വലിയ പരാജയം അതാണ് മണിപ്പൂർ കലാപകാലത്ത് നരേന്ദ്രമോദിയിലൂടെ കണ്ടത്. രാജ്യം കണ്ട ഏറ്റവും വലിയ ഒരു കലാപകാലത്ത് അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തെ, പാർലമെന്റിലടക്കം മൗനം പാലിക്കുകയും മണിപ്പൂരിൽ പോകാതിരിക്കുകയും ചെയ്ത നരേന്ദ്രമോദി അന്താരാഷ്ട്ര വേദികളിൽ വീമ്പിളക്കുന്നതിന് രാജ്യത്തെ ജനങ്ങൾ കണ്ടതാണ്. എന്താണ് ഈ മണിപ്പൂരിലേക്ക് പോകുന്നതിൽ കൃത്യമായ ഒരു തീയതി സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുണ്ടോ? എന്താണ് മണിപ്പൂരിലെ പോകുന്നതിനുള്ള യഥാർത്ഥ കാരണം ഇപ്പോൾ നിലവിൽ? സിജു, അത്തരത്തിലൊരു അറിയിപ്പിലേക്ക് വന്നിട്ടില്ല. പക്ഷേ നിലവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം നരേന്ദ്രമോദി ആദ്യം മിസോറാമിലേക്കാണ് പോവുക. മിസോറാമിൽ റെയിൽവേ ലൈൻ, അതായത് ഭൈരവി സൈരംഗ റെയിൽവേ ലൈൻ ഉണ്ട്. അതിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടായിരിക്കും നരേന്ദ്രമോദി മിസോറാമിലേക്ക് പോവുക. മിസോറാമിൽ നിന്നും ഇത്തരത്തിൽ മണിപ്പൂരിലേക്ക് എത്തുമെന്നുള്ള ഒരു അറിയിപ്പ് മാത്രമാണ് നിലവിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വൈകിയ വേളയിൽ എന്തിനാണ് മണിപ്പൂർ സന്ദർശനം എന്നതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതെന്തായാലും ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ ഉടൻ തന്നെ വരുമെന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ അടുത്ത മാസം 13-ാം തീയതിയോടുകൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിലേക്ക് എത്തുമെന്ന് മാത്രമാണ് അറിയിച്ചിട്ടുള്ളത്. സിജു, ശരി. വിഷ്ണു തലവൂരാണ് ന്യൂസ് ഡെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.